അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സന്തോഷത്തോടു കൂടിയാണ് അജ്മലയും ബുഷ്റ തൻ്റെ ഏട്ടത്തി ബുഷ്റയും ഒന്നിച്ചിട്ടാണ് അവർ വിരുന്നിന് പോയത്. സുബ്ഹാനല്ലാഹ്, ഒരു കുടുംബത്തെ, ഒരു നാടിനെ കണ്ണീരിലാക്കുന്ന വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത്. തീർച്ചയായും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ വിധികൾ എങ്ങനെയെന്നറിയില്ല, എവിടെ എപ്പോൾ. വളരെ സന്തോഷത്തിൽ കല്യാണം കഴിഞ്ഞ് 6 മാസമേ ആയിട്ടുള്ളൂ. അജ്മലയുടെ കല്യാണം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി സന്തോഷം പങ്കിടാൻ പോയ 2 പെൺകുട്ടികൾ തിരിച്ചു വീട്ടിലേക്ക് എത്തിയത് കഫൻ പുടവയിൽ പൊതിഞ്ഞുകൊണ്ടാണ്. യാ അല്ലാഹ്. അതോടൊപ്പം ഫാത്തിമ തസ്കിയുടെ അവസ്ഥ വളരെ വേദനയോടുകൂടി, കാരണം ഡോക്ടറാകാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് അവസാനം മറ്റുള്ളവർക്കൊരു പ്രചോദനയായ പെൺകുട്ടിയായിരുന്നു ഫാത്തിമ തസ്കിയ. ഫാത്തിമ തസ്കിയയുടെ വാപ്പയാണെങ്കിൽ ജയിലറയിലാണ്. ഇന്നലെ പ്രത്യേകമായി അദ്ദേഹം ജയിൽ അറയിൽ നിന്ന് ഒരു 6 മണിക്കൂർ മാത്രം വീട്ടിൽ താമസിക്കാൻ വേണ്ടി വന്നപ്പോൾ ഉപ്പയുടെ മകളുടെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് ഉപ്പയാണ്. വളരെ സങ്കടത്തോടു കൂടി മകളെ വളരെ നല്ലൊരു നിലയിലെത്തണമെന്ന് ആഗ്രഹിച്ച ഉപ്പ ആ എല്ലാ സ്വപ്നങ്ങൾ 6 അടി മണ്ണിൽ കുഴിച്ചു മൂടിയിട്ടാണ് വന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു സമാധാനം നൽകട്ടെ. അജ്മല, അതുപോലെ ബുഷ്രയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ, കുടുംബക്കാർ, അതുപോലെ പ്രിയപ്പെട്ട മക്കൾ എല്ലാവരും വലിയ ദുഃഖത്തിലായിരുന്നു. പ്രത്യേകിച്ച് ഈ പെരുന്നാൾക്ക് ശേഷമുള്ള ലീവിലൊക്കെ പലരും പലയിടങ്ങളിലും വളരെ സന്തോഷിക്കാൻ വേണ്ടി കുളിക്കാനും, അതുപോലെ പലയിടങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്തൊക്കെ കുളിക്കാനൊക്കെ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഒരുപാട് ആളുകളാണ് മുങ്ങി മരിക്കുന്നത്. നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. നാം പെട്ടെന്ന് വെള്ളമാണെന്ന് പറഞ്ഞ് സന്തോഷത്തിൽ ഇറങ്ങുകയാണ്. എവിടെയാണ് ചതി കുഴികളുള്ളതെന്നറിയില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് ഉമ്മയെ നഷ്ടപ്പെട്ടു, മക്കളെ നഷ്ടപ്പെട്ടു. നോക്കൂ, ആ കുടുംബത്തിൻ്റെ ഒരു സങ്കടം. പെട്ടെന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ജീവൻ തിരിച്ചെടുക്കാൻ പറ്റിയില്ല. അവസാനം മയ്യത്തോടു കൂടിയാണ് വീട്ടിലേക്ക് വരുന്ന ആ ദുഃഖകരമായൊരു കാഴ്ച. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹു നമ്മെ, നമ്മുടെ കുടുംബങ്ങൾ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എത്ര മരണ വാർത്തകളാണ്. നിരന്തരമായ ഇത്തരത്തിലുള്ള വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മക്കളൊക്കെ ഇനി പരിചയമുള്ള കുളമാണെങ്കിൽ പോലും അത്തരത്തിലുള്ള അപകടത്തിലൊക്കെ ചെന്ന് ചാടരുത്. കാരണം പിന്നെ ആ കണ്ണീർ, ആ കുടുംബത്തിൻ്റെ കണ്ണീർ പിന്നെ അവസാനം വരെ അവരെ നടത്തവും ഇരുത്തും, അവരുടെ വസ്ത്രങ്ങളും അവരുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയം കാണുമ്പോൾ അവരിങ്ങ് ഓർത്ത് സങ്കടപ്പെട്ട് മറ്റുള്ളവരുടെ മാനസിക നില തെറ്റുന്ന ഒരവസ്ഥയിലേക്കാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അജ്മലക്കും അതുപോലെ ബുഷ്റാക്കും അതുപോലെ തസ്കിയ എല്ലാവർക്കും അല്ലാഹു പൊറുത്തു കൊടുക്കട്ടെ. എത്ര ദുഃഖകരമായ വാർത്തകളാണ് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അല്ലാഹു പൊറുത്തു കൊടുക്കട്ടെ. ഖബർ വിശാലമാക്കട്ടെ. പ്രത്യേകിച്ച് ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. ആ കുടുംബമൊന്നും ഊഹിക്കാതെ പെട്ടെന്നുള്ള മരണവാർത്തയാണ് വീട്ടിൽ കേൾക്കുന്നത്. അവർക്ക് താങ്ങാനോ വിശ്വസിക്കാനോ പറ്റാത്തൊരവസ്ഥയിലായി. അല്ലാഹുവേ, പ്രത്യേകിച്ച് നമ്മുടെ മക്കളൊക്കെ കടൽക്കരയിലൊക്കെ പോയി കുളിക്കാനൊക്കെ ഒരുങ്ങുന്ന മക്കളൊക്കെ കാണാറുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടിയുള്ള മരണവും, അല്ലാഹു ഇത്തരത്തിലുള്ള അപകടങ്ങളെ തൊട്ട് എല്ലാവരെയും അല്ലാഹു കാക്കട്ടെ. ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ട് സങ്കടത്തിലും പരീക്ഷണയിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.